സ്കിന്ന് വന്നിട്ട് കരയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണോ? സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. സോ ഈ ഓയിലി സ്കിന്നിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓയിലി സ്കിൻ അത്ര വലിയ മോശം സ്കിന്നൊന്നുമല്ല. എല്ലാ സ്കിന്നും നല്ല തന്നെയാണ്. അത് നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രം. അത് മാത്രമല്ല, നമ്മുടെ ഓയിലി സ്കിന്നിനെ പറ്റി രഹസ്യം പറഞ്ഞുതരാം. പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്നെ പിമ്പിൾസ് ഒക്കെ വന്ന് ആകപ്പാട് അടപടല മൂഞ്ചിയുടെ അവസ്ഥയായിരിക്കും കിട്ടാൻ പോണേ. സോ നിങ്ങൾ ഓരോരോ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുമ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മോർ നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ അത്രയും എന്താ പറയാ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ നമ്മളിത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഓയിൽ എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന്റെ ലെയറിന് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആക്കി നല്ല വടിച്ചെടുക്കും. നമ്മുടെ സ്കിന്നിൽ ഒരു പൊടി ഓയിൽ ഉണ്ടായിരിക്കില്ല. സോ രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റുട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിമാലയ, ഒരു പോൺസിന്റെ എന്താ പറയുക, പോൺസിന്റെ ഒരു ഫേസ് വാഷ് എന്തെങ്കിലും ഒരു കടയിൽ പോയിട്ട് അതും ഇതും ബ്രാൻഡ് തെരഞ്ഞെടുക്കാണ്ട് നിങ്ങൾക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് ഉള്ളത് മാത്രം നിങ്ങൾ തെരഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ എന്തിനാണ് മോയിസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്നത്? എന്റെ 7ന്റെ അല്ല 16ന്റെ പണി ചിലപ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആക്നീസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ആക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.